ഹായ് ഗൈസ്, വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, മറ്റേ എസ്ലൈൻ എന്ന് പറയുന്ന ആ ഡ്രാമ ചെയ്തതോടെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പം വീണ്ടും സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വേറൊരു വീഡിയോ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ചാനലിന്റെ ലിങ്ക് തരാം. ഈ ചാനൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സീരീസ് കാണണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നാൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ പോയി കണ്ടിട്ട് വന്നോളൂ. ടാറ്റ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോയിന്റെ മോള്, അതായത് ഇനി തൊട്ട് നമുക്ക് ലിസ എന്ന് പറയാം, ലിസ മോളെന്ന് പറയാം. അങ്ങനെ ലിസ മോളെ പോലീസ് പിടിച്ചിർത്തിയിരിക്കുകയാണ്. അവളോട് ചോദിക്കുകയാണ് എവിടെ ആ മോതിരം ഒളിപ്പിച്ച് ചെയ്യുന്നതെന്ന്. നമുക്കറിയാം അവള് മോതിരമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. ആ പണക്കാരി ലേഡിയാണെങ്കിൽ കള്ളം പറഞ്ഞിട്ട് എവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതാണ്. എന്നാൽ പോലീസിന് അതറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാര് എവളോട് ചോദിക്കുകയാണ് മോതിരം തിരിച്ചു എടുത്ത പൈസ തിരിച്ചു കൊടുക്കാനൊക്കെ. എന്നാൽ മോള് പറയാണ്, ലിസ മോള് പറയാണ് ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ടാണ് പറയുന്നത്. നമ്മുടെ ഹീറോയിൻ പണ്ട് പോലീസ് സ്റ്റേഷനിൽ പെട്ടുപോയപ്പം ഇത് കണക്ക് പോലീസുകാരോട് ദേഷ്യപ്പെട്ടില്ലേ, അതേപോലെ തന്നെ ലിസയും അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ മോളുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആ സോൾജർ ബോയ് അവനും തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട്, കയ്യിൽ പൂവൊക്കെ പിടിച്ചിട്ട്. ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട് നീയും അവളുമായിട്ട് ഡേറ്റിംഗിലാണോ എന്ന്. എന്നാൽ അവൻ പറയാണ് ഞാനും അവളുമായിട്ട് ഡേറ്റിംഗിലൊന്നും അല്ല, അവൾ എന്നെ 8 തവണ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ചെറുതായിട്ടൊന്ന് ആശ്വാസമാവുന്നുണ്ട്. വേറൊന്നുമല്ല, മോൾ അവനെ റിജക്ട് ചെയ്തല്ലോ ലിസ, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആശ്വാസമുണ്ട്. എന്തായാലും സോൾജർ ബോയ് പറയാണ് ചിലപ്പോൾ എന്റെ ലുക്ക് കൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്, എന്നെ ഒരു എലിയെ പോലെ ഇരിക്കുകയാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഹീറോ ഒന്ന് ചിന്തിക്കുകയാണ്, പണ്ട് ഇതേ കാര്യം ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നിന്നെ കാണാൻ ഒരു എലീനെ പോലെയാ, നിന്നെ ഞാൻ ഡേറ്റ് ചെയ്യത്തില്ല, നിന്നെ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ ഹീറോയിൻ പണ്ട് ഹീറോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവര് തമ്മിൽ പ്രണയത്തിലായതും കല്യാണം കഴിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ്, ഇനി മോള് എവനുമായിട്ട് ഡേറ്റ് ചെയ്ത് കല്യാണം കഴിച്ച് പോയാലോ എന്നുള്ളൊരു ടെൻഷൻ. എന്തായാലും ഇടയ്ക്ക് ആ പയ്യനോടൊന്ന് സോഫ്റ്റ് ആയതായിരുന്നു, ആ സോഫ്റ്റ്നെസ്സിനോടുകൂടെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം വീണ്ടും അമർഷം വന്നിട്ടുണ്ട്. ഇനി മോളം കാണും എവന്റെ കൂടെ പോയാലോ ആ ഒരു പേടിയിൽ ഹീറോ സൈഡിലെ ബെഞ്ചിൽ പോയിരിക്കുകയാണ്. ഇതിനുശേഷം ആ റിച്ച് ലേഡീനെയും മോളെയും കാണിക്കുകയാണ്. അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. മോള് ചോദിക്കുന്നുണ്ട് എന്റെ ട്യൂഷൻ ടീച്ചർ റിങ്ങൊന്നും അടിച്ചു മാറ്റിയിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. എന്നാൽ അമ്മ പറയുന്നത് അതങ്ങനെ തന്നെ വേണം, ഞാൻ അവളോടത്ത് പറഞ്ഞല്ലേ നിന്നെ ഒന്ന് സഹായിക്കാൻ എക്സാം എഴുതാനൊക്കെ, എന്നിട്ട് അവള് വിസമ്മതിക്കുകയല്ലേ ചെയ്തത്, ഇപ്പൊ അവളൊന്ന് അനുഭവിക്കട്ടെന്ന്. ഇതെല്ലാം കേട്ടോണ്ട് ആ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ട് കേട്ടോ. ആ ജോലിക്കാരി അവരുടെ റൂമിൽ, അതായത് ഈ ലേഡിയുടെ റൂമിലുണ്ട്. അങ്ങനെ ലേഡി, അതായത് ജോലിക്കാരി ലേഡി, അവിടെ ഒരു അലമാരയുണ്ട്. ആ അലമാരയുടെ താഴെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. ഒരു മോതിരം കാണാതെ പോയെന്നല്ലേ പറഞ്ഞത്, ആ മോതിരം ആ പെട്ടിക്കകത്തിരിപ്പുണ്ട്. ആ ലേഡി അതങ്ങ് അടിച്ചു മാറ്റാണ്, ജോലിക്കാരി ലേഡി അത് അടിച്ചു മാറ്റാണ്. നേരെ പുറത്തിറങ്ങി വരികയാണ്, ഒരു ടേബിളിന്റെ അടിയിൽ അത് കൊണ്ടുവന്ന് ഇടുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, അതായത് റിച്ച് ലേഡിയോട് ചോദിക്കുകയാണ് നിങ്ങൾ മറ്റേ ആ പൂവുള്ള മോതിരമാണോ കാണാതെ പോയത്, മറ്റേ റൗണ്ട് ആയിട്ടിരിക്കുന്ന ഡയമണ്ട് ഉള്ള. റിച്ച് ലേഡി മറുപടി പറയും അതെ, അതാ കാണാതെ പോയത്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോലിക്കാരി ലേഡി ആണെങ്കിൽ ആ മേശയുടെ അടിയിൽ കിടന്ന് ആ റിങ് എടുക്കുകയാണ്. എന്നിട്ട് അവരെ കാണിക്കുകയാണ്, ഇതാണ്ട് ഈ റിങ് അല്ലേ കാണാതെ പോയെന്ന് പറഞ്ഞ്, ഇത് കിട്ടിയിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടി അടിച്ചു മാറ്റിയതൊന്നും അല്ല എന്ന്. എന്നിട്ട് പറയുകയാണ് ഇനിയിപ്പം ആ പെൺകുട്ടീനെ വെറുതെ വിടണ്ടേ, അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം. അങ്ങനെ റിച്ച് ലേഡി ആദ്യം വിസമ്മതിക്കും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വിളിച്ച് പറയത്തില്ല എന്നൊക്കെ. ജോലിക്കാരി ലേഡിക്ക് അറിയാം ചതിയിലൂടെയാണ് ലിസേനെ അകത്താക്കിയതെന്ന്, അതായത് പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ജോലിക്കാരി ലേഡി ആ മോതിരം എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ പോവാണ്. എന്നിട്ട് ആ മോതിരം തറയിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. വേറൊന്നുമല്ല, അത് നല്ല വിലയുള്ള മോതിരമാണ്, അതെങ്ങാനും തറയിൽ പോവുകയാണെങ്കിൽ നല്ല വിലയാവും. അപ്പൊ ഇത് കാണുന്ന നേരത്ത് ആ ലേഡി പേടിക്കുകയാണ്, റിച്ച് ലേഡി പേടിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞോളാം. ആദ്യമൊക്കെ കുറച്ച് ടെററായിട്ട് പെരുമാറിയെങ്കിലും പിന്നെ പേടിച്ചിട്ട് പോലീസിനെ വിളിച്ച് പറയാന്ന് സമ്മതിക്കുകയാണ്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്, സോറി ഹീറോയിന്റെ മോളെ ലിസേനെ കാണിക്കുകയാണ്. ലിസ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു ഫോൺ ബൂത്തിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ്. വേറെ അങ്ങോട്ടല്ല, അവളുടെ വീട്ടിലോട്ട് അമ്മേനെ ഫോൺ വിളിക്കുകയാണ്, ഹീറോയിനെ ഫോൺ വിളിക്കുക. ഫോൺ എടുക്കുന്നത് വേറെ ആരുമല്ല, അനിയനാണ്, അതായത് മോനാണ് എടുക്കുന്നത്. എന്നിട്ട് അമ്മയുടെ കൊടുക്കുകയാണ്, അമ്മ നിങ്ങളുടെ മോള് വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വരാൻ. കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഇന്ന് പേരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പോയിട്ട് കുറച്ച് വഴക്ക് കേട്ടില്ലേ, അവിടെ വെച്ച് വഴക്കായിട്ട് ചെറുതായിട്ട് പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്ക് ചേച്ചിയുടെ അമ്മയായിട്ടിരുന്നാൽ മാത്രം മതിയെന്ന്. ആ ഒരു ഭാഷയിലാണ് അവ സംസാരിക്കുന്നത്. എന്തായാലും ഹീറോയും വാങ്ങിച്ച് സംസാരിക്കുകയാണ്. അവൾ ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ലിസ, അവൾക്ക് ചെറിയൊരു വിഷമമുണ്ട്, വേറൊന്നുമല്ല, പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ചതിന്റെ ആ വിഷമമുണ്ട്. എന്നാൽ പേരൻസിനോട് അത് പറയാനും വയ്യ, കാരണം അവർക്ക് വിഷമവും. അവൾ അമ്മയോട് ചോദിക്കുകയാണ് നമ്മൾ എന്താ ഇത്ര പാവപ്പെട്ട ആൾക്കാരായിട്ട് ഇരിക്കുന്നതെന്ന്. ഇതിന് മറുപടിയായിട്ട് ഹീറോയിൻ പറയുകയാണ് വേറൊന്നുമല്ല, നിങ്ങളെയൊക്കെ വളർത്തുന്നതിന്റെ ഇടയിലാണ് നമ്മൾ പാവപ്പെട്ടവരായി പോയെന്ന്. പിന്നെ ഹീറോയിൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇന്ന് അവിടെ വന്നിട്ടുണ്ടെന്ന്, അതായത് ലിസേനെ കാണാനായിട്ട്. ആ സിറ്റിയിൽ പുതിയൊരു മ്യൂസിയം തുറന്നിട്ടുണ്ട്, അത് കാണാനായിട്ട് അച്ഛൻ നിന്റെ ആ നഗരത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ മുങ്ങിപ്പോയ ഒരാളെ നീന്തി രക്ഷിച്ച് അതിന് സമ്മാനമായിട്ടാണ് ഒരു ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് മ്യൂസിയം കാണാനായിട്ട്, ഗവർണർ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേരും പറഞ്ഞ് നിന്നെ കാണാൻ വന്നേക്കാണ് നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ എന്തായാലും നിന്നെ കാത്തിട്ട് ഹോസ്റ്റലിന്റെ പുറത്ത് കാണും, പെട്ടെന്ന് നിന്റെ അച്ഛനെ ചെന്ന് കാണണേന്ന് അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ബസ്സിൽ കയറി പോവാണ്. കൂടെ മറ്റേ പെൺകുട്ടി ഉണ്ട് കേട്ടോ, അതായത് മറ്റേ റെസ്പെക്റ്റോടുകൂടെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ. മറ്റേ പെൺകുട്ടികൾ അതും ഇത് ഹീറോയിനെ പറഞ്ഞില്ലേ, അപ്പൊ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞില്ലേ നമുക്ക് കാര്യം അറിയില്ല, ഇതിനെ പറ്റിയൊന്നും പറയാൻ പാടില്ല എന്ന്. ആ പെൺകുട്ടിയും കൂടെ ഉണ്ട്. ആ പെൺകുട്ടി ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വേറെ നല്ല പോലീസ്
സ്റ്റേഷനിൽ വിളിച്ച കാര്യമൊക്കെ. ആ പെൺകുട്ടി ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ വിളിക്കാതെ എങ്ങനെയാണ് നിന്നെ പോലീസുകാർ വെറുതെ വിട്ടതെന്ന്. എന്നാലും അവൾക്കും അറിയത്തില്ല എങ്ങനെ വെറുതെ വിട്ടതെന്ന്. എനിക്ക് തോന്നുന്നു വേറൊന്നുമല്ല, പോലീസ് സ്റ്റേഷനിൽ എന്തായാലും ആ സ്ത്രീ വിളിച്ച് പറഞ്ഞു കാണും മോതിരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടായിരിക്കും പോലീസുകാർ വെറുതെ വിട്ടത്. അതുപോലെ തന്നെ വീട്ടിലും വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും അവർ ആ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ കുറച്ച് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അതായത് ആൾക്കാർ സമരം ചെയ്യില്ലേ, അതുപോലെ ഓരോ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്തായാലും ആ ബസ് ലേഡീസ് ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത് വരുവാണ്. ആ സമയം ലിസ കാണുന്നുണ്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നത്, അതായത് ഹീറോ അവിടെ ഇരിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് അവള് ബസ്സിൽ വെച്ച് തന്നെ പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവളെ കാണാനായിട്ട് ആ ഐലൻഡിൽ നിന്ന് അച്ഛൻ ഇവിടം വരെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല രാവിലെ വന്നെയാണ്, ഇതുവരെ വരെ വെയിറ്റ് ചെയ്യിപ്പിച്ചവള്. അതിന്റെ ഒരു വിഷമം കൂടെ ഉള്ളതുകൊണ്ട് അവള് പൊട്ടി പൊട്ടി കരയാണ്. ഇതിനുശേഷം ബസ് നിർത്തുന്ന സമയത്ത് അവള് കരയാതെ നോർമലായിട്ട് ഇറങ്ങി വരികയാണ്, അവളുടെ വിഷമങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന സമയം ഹീറോ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, എന്നാൽ ലിസ മോളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. അവൾ അച്ഛനോട് പറയാണ്, നമ്മളെന്താ ഇത്ര പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ചത്, എന്താ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതെന്നൊക്കെ. അതുപോലെ തന്നെ അവൾ പറയുന്നുണ്ട്, എന്റെ സ്കോളർഷിപ്പ് കട്ടായി, അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് പോകാൻ പൈസ വേണം, പിന്നെ എന്നെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ വിഷമപ്പെട്ട് പറയാണ്. ഇതിന് മറുപടിയായിട്ട് ഹീറോ പറയുന്നത് വേറൊന്നുമില്ല, ഇനി നിനക്ക് എന്തൊക്കെ പറ്റിയാലും നിനക്ക് താങ്ങായിട്ട് ഞാൻ എന്നും കൂടെ കാണുമെന്ന്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, കുറെ കാലം മുമ്പാണ്. ഹീറോ മീൻ പിടിക്കാനൊക്കെ പോകുന്ന സമയമില്ലേ, ആ സമയം നമ്മുടെ മോള് ചെറുതാണ്, അതായത് ലിസ ചെറുതാണ്. അന്ന് ഹീറോ ലിസയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊന്നുമല്ല, നിന്റെ സ്കൂൾ ഫീസ് 3 ദിവസത്തിനുള്ളിൽ ഞാൻ അടച്ചോളാന്നും അത് ടീച്ചറിനോട് പറയാനും പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നിന്റെ കൂടെ എന്തൊക്കെ വന്നാലും ഞാനും കാണുമെന്ന്. അച്ഛനായിട്ട് അവളുടെ കൂടെ ഹീറോ എപ്പോഴും കാണുമെന്നാണ് അന്നും പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷം ബസ് സ്റ്റാൻഡാണ് കാണിക്കുന്നത്. അവിടെ ഹീറോയും മോളും, അതായത് ലിസ ഇരിപ്പുണ്ട്. അവളാണെങ്കിൽ ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ്, കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ പോയിട്ട് പിന്നെ കൈ മാറ്റുകയാണ് സമാധാനിപ്പിക്കാതിരിക്കാനായിട്ട്. വേറൊന്നുമല്ല, അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ മാറി നിൽക്കുകയാണ്, കൈയെടുത്ത് മാറ്റുകയാണ്. അവളുടെ തോളത്ത് തട്ടാൻ വന്നിട്ടാണ് കൈയെടുത്ത് മാറ്റിയത്. എന്തായാലും ബസ് വരാണ്. ബസ് വരുന്ന സമയത്ത് ഹീറോനെ ബസ്സിൽ കയറ്റി വീട്ടിലോട്ട് തിരിച്ച് പറഞ്ഞു വിടുകയാണ്. ആ സമയം ഹീറോ കൈയെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും മടിച്ച് ലിസയാണെങ്കിൽ തിരിച്ചും കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. അതേ നേരം ഹീറോ ആണെങ്കിൽ 2 കൈയെടുത്ത് ടാറ്റ പറയാണ്. ആ നേരം ഹീറോ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്, വേറൊന്നുമല്ല, ഒരു പൊടിക്കുഞ്ഞ് അവിടെ നിന്ന് കൈ കാണിക്കുന്നത് പോലെ. ഹീറോയ്ക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായത് ഹീറോന്റെ മോള് വളർന്ന് വലുതായെന്ന്. അപ്പോൾ ഒരു പൊടിക്കുഞ്ഞായിട്ടാണ് ഹീറോ ഇപ്പോഴും കാണുന്നത്. ഇതിനുശേഷം ഹീറോയിനെയും മോനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ സ്കൂളിന്റെ പുറത്ത് നിൽക്കുകയാണ്. ആ സമയം ഹീറോയിൻ മോനെ വഴക്ക് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, അവനാണെങ്കിൽ ആ ഷൂ ഇട്ട് അവിടുത്തെ മതിലിൽ തട്ടുന്നുണ്ട്. ആ സമയം ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ആ ഷൂവിന് എന്തുമാത്രം വില വരുമെന്ന് നിനക്ക് അറിയാമോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ നോക്കുന്നതെന്ന് അറിയാമോ, നീ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്, വേറെന്തോ പൈസ കൊടുത്തൊക്കെ വാങ്ങാൻ പറയുന്നുണ്ട്. എനിക്കത് എന്താന്ന് മനസ്സിലായില്ല, എന്തൊക്കെ പറയുന്നുണ്ട്. ഇനി വരുന്ന സമയത്തൊക്കെ അത് റിവീൽ ആവുമായിരിക്കും എന്തായിരിക്കും. അതേ നേരം സാർ അങ്ങോട്ട് വരുവാണ് കേട്ടോ. കാർ ഓടിച്ചിട്ട് അത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ സാറിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. കാർ നിർത്തിപ്പിക്കുകയാണ്. സാറിനോട് ഹലോ പറയാണ്. എന്തിനാന്ന് അറിയില്ല, ഇന്നലത്തെ വഴക്ക് പറഞ്ഞതിന്റെ പ്രശ്നം ഇതുവരെ മാറി കാണത്തില്ല, ചിലപ്പോൾ സ്കൂളിൽ കയറ്റാനായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്ക്. ഈ എന്താ പറയാ, ഈ ഒരു സീൻ മനസ്സിലായവര്, എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന്. ഞാൻ 2-3 തവണ കണ്ടു നോക്കി, എന്നാലും എനിക്ക് മനസ്സിലായില്ല. ഇതിനുശേഷം പണക്കാരി ലേഡിയെ കാണിക്കുകയാണ്. ആ വീട്ടിൽ തന്നെ നമ്മുടെ ജോലിക്കാരി ലേഡി സൈഡിലിരുന്ന് ലിക്കർ കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിഗരറ്റും വലിക്കുന്നുണ്ട്. ആ സമയം പണക്കാരി ലേഡി വന്ന് ചോദിക്കുകയാണ് ജോലിക്കാരി ലേഡിയോട്, നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടീനെ സഹായിക്കുന്നത്, നിങ്ങൾക്ക് ആ പെൺകുട്ടീനെ അറിയാമോ ആരാന്ന്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ, നിങ്ങൾ ബന്ധുക്കൾ വല്ലതും ആണോ. എന്നാലും നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. വേറൊന്നുമല്ല, ഹീറോയിനും പണ്ട് ഒളിച്ചോടി പോയ സമയത്ത് ഒരു ഹോട്ടലിൽ താമസിച്ചില്ലായിരുന്നു. ആ സമയം അവരുടെ ബാഗൊക്കെ മോഷണം പോയ സമയത്ത് വീണ്ടും ഒരാളുടെ ബാഗ് മോഷണം പോകാതിരിക്കാനായിട്ട് ഒരു ലേഡിയുടെ അടുത്ത് വന്ന് പറഞ്ഞില്ലായിരുന്നു, ഈ ഹോട്ടലിലുള്ള ആൾക്കാർ കള്ളന്മാരാണ്, അവരെ വിശ്വസിക്കാൻ പാടില്ല, ലൈറ്റ് അണയ്ക്കാൻ പാടില്ല, ലൈറ്റ് അണയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം മോഷണം പോകും, അതുകൊണ്ട് ലൈറ്റ് അണയ്ക്കില്ലെന്ന്. ഈ കാര്യങ്ങളെല്ലാം ജോലിക്കാരി ലേഡി ഓർത്തു വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ആ ലേഡിയാണ് ഇപ്പോഴത്തെ ജോലിക്കാരി ലേഡി. പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു ഹീറോയ്ക്കും ഹീറോയിനും, വേറെ ആരുമല്ല വാങ്ങിച്ചു കൊടുത്തത്, ഈ ലേഡിയാണ്. ആ സമയം ഈ ലേഡി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എന്നോട് വന്ന് ഈ കാര്യം പറഞ്ഞത്, അവരെന്നെ മോഷ്ടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം. എന്നാൽ ഹീറോയിൻ പറയാണ്, ഞങ്ങൾ ഒരു വട്ടം അനുഭവിച്ചതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ പോയ സമയത്ത്, അതുകൊണ്ട് തന്നെ ഇനിയൊരാൾ അനുഭവിക്കാൻ പാടില്ല. ഇത് ഈ ലേഡി ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജോലിക്കാരി ലേഡി പണക്കാരിയോട് പറയാണ്, എന്റെ അമ്മയുടെ സാധനങ്ങൾ മോഷണം പോകാൻ നോക്കിയ കുട്ടിയാണ്, ആ കുട്ടിയുടെ മുഖച്ചായ കണക്ക് ഈ കുട്ടി എനിക്ക് തോന്നിയെന്ന്. അതായത് അന്ന് ആ സമയത്ത് ആ ലേഡിയുടെ ബാക്കിൽ വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അമ്മയുടേത്, അത് മോഷണം പോകാൻ നോക്കിയത് നമ്മുടെ ഹീറോയിനുമാണ്. അതുകൊണ്ടാണ് ഈ സമയം ആ ലേഡി നമ്മുടെ ലിസേനെ സഹായിച്ചിട്ടുള്ളത്. എന്തായാലും ജോലിക്കാരി ലേഡി പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൾ എന്തായാലും വലിയ ക്രൈമിൽ ചെന്ന് പെടുവെന്ന്. അതുപോലെ തന്നെ പത്രത്തിൽ ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇതുപോലെ എക്സാം എഴുതി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് കള്ളത്തരത്തിലൂടെ എക്സാം എഴുതാൻ നോക്കിയിട്ട് അത് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. മറ്റേ സോൾജർ പയ്യനില്ലേ, അത് ലിസയുടെ കാമുകൻ തന്നെയാണ്, അവരെ തമ്മിൽ സെറ്റ് ആയിട്ടുണ്ട്. ആ പയ്യനാണെങ്കിൽ പട്ടാളത്തിൽ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. ഇനി 2 വർഷം കഴിഞ്ഞിട്ടേ വരൂ, 2.25 വർഷം കഴിഞ്ഞിട്ട്. അതുകൊണ്ട്
തന്നെ ലിസ ഭയങ്കരമായിട്ട് കരയാണ്, പൊട്ടി പൊട്ടി കരയാണ് പോണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാലും അവർക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല. ആൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ പട്ടാളത്തിൽ പോകണം. ഇവര് നോർത്ത് കൊറിയയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവൻ ട്രെയിനിൽ കയറിയിട്ട് ഇവളുടെ കരച്ചിൽ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നിരിക്കുകയാണ്. അവളെ കെട്ടിപ്പിടിച്ച് കരയാണ് രണ്ടുപേരും കൂടെ. അങ്ങനെ ഇവർ കരയുന്ന സമയത്ത് തന്നെ ട്രെയിൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൽ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് നീ പോകുന്നില്ലേന്ന്. എന്തായാലും അവനെ ട്രെയിൻ കയറ്റി പറഞ്ഞു വിടുകയാണ് ലിസ. ഇതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് കല്യാണ ദിവസമാണ് കാണിക്കുന്നത്, ലിസയുടെ കല്യാണ ദിവസം. ഏത് പയ്യനെ കല്യാണം കഴിച്ചെന്ന് കാണിക്കുന്നില്ല. ആ സമയം ഹീറോ പറയുന്നുണ്ട് ഇനിയിപ്പം നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടില്ല, അവൻ ക്രൂരനാണ്, നിന്നെ ഉപദ്രവിക്കുന്നവനാണ്, അങ്ങനെയാണെങ്കിൽ നീ അവനെ കളഞ്ഞിട്ട് തിരിച്ചു വന്നേരും, നിനക്ക് വേണ്ടി എപ്പോഴും ഞാൻ ഇവിടെ കാണും. ഇത് ഹീറോ പറയുന്നുണ്ട്. അതായത് ഇത് നല്ലൊരു അച്ഛനാണ് ഹീറോ. കാരണം ഒരച്ഛന്മാരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. സാധാരണ അച്ഛന്മാരും അമ്മമാരും പറയുന്നത് എങ്ങനെയും മറ്റേ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കാനാണ്. എന്നാൽ ഈ അച്ഛൻ പറയുന്നത് നിനക്ക് അവനെ വേണ്ടാന്ന് തോന്നിയാ നീ അത് കളഞ്ഞിട്ട് വന്നോ, നിന്നെ ഞാൻ നോക്കിക്കോളാന്നാണ്. ചിലപ്പോൾ റിയൽ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ലായിരിക്കാം. നമ്മളൊരു സീരീസ് വെച്ചിട്ട് റിയൽ ലൈഫിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്, അത് നിങ്ങൾ ആലോചിക്കണം. ഇതിനുശേഷം വീണ്ടും പഴയ കാലം കാണിക്കുകയാണ്. ഹീറോയിനും കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ച സമയത്തുള്ള കാര്യം. അങ്ങനെ അവിടെ ഒരു കോണ്ടസ്റ്റ് നടക്കുകയാണ്. വേറൊന്നുമല്ല, ഈ കവിതയൊക്കെ എഴുതൂലേ, അതിലാരാണോ നന്നായിട്ട് എഴുതുന്നത് അവർക്ക് നല്ല പ്രൈസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഹീറോയും കൂടെ ഒരു സ്ഥലത്തിരുന്ന് കവിത എഴുതാണ്. ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ കോപ്പി അടിക്കാൻ നോക്കുന്നുണ്ട്, എന്നാൽ അവൾ കാണിച്ചു കൊടുക്കുന്നില്ല. ഹീറോയിൻ അടിപൊളിയായിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്, കടലിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിരിക്കുന്നത്. ഇതിനുശേഷം ഹീറോ കോപ്പി അടിക്കുന്നത് ഹീറോയിൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ കവിത നോക്കുകയാണ്. സാധാ ആൾക്കാർ എഴുതുന്ന കണക്ക് തന്നെ അതും ഇത് എഴുതി വെച്ചേക്കാണ്, കാറ്റ് വീശും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയം ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു കവിത നിനക്ക് എഴുതി തരാമോ, ടൈറ്റിൽ നീ ഇങ്ങനെ കൊടുത്തു ഗ്വാൻസി, അതായത് ഹീറോന്റെ പേരാണ്. ഹീറോനെ പറ്റിയ ഒരു കവിത എഴുതാനാണ് ഹീറോയിനോട് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പോഴത്തെ ഹീറോയിൻ അതേ സെയിം സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ സമയം അവിടെ കുട്ടികളൊക്കെ വരുന്നുണ്ട്, ഇവർക്ക് നല്ല രീതിയിൽ കച്ചവടം കിട്ടും. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഒരു കവിത എഴുതുന്ന പേപ്പർ തറയിൽ പോയായിരുന്നു. ആ പേപ്പറിൽ ഹീറോയിൻ കവിത എഴുതിയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ലേഡികൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലേഡി അത് വായിക്കുന്നുണ്ട്. ആ ലേഡി പറയുന്നുണ്ട് നീ ഇത്ര നന്നായിട്ട് കവിത എഴുതുമെങ്കിൽ അത് ആ സ്കൂളിന്റെ കോമ്പറ്റീഷന് തന്നെ കൊടുത്തേക്കുന്നു. എന്നാൽ ഹീറോയിൻ വലുതായില്ലേ, കുട്ടികളുടെ കോമ്പറ്റീഷന് ഇത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പറയാണ് വേണ്ടാന്ന്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ ഒരു അമ്മയും മോനും വരികയാണ്. നോക്കുന്ന സമയത്ത് അത് ഹീറോയിന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ്, പണ്ട് പഠിച്ച കുട്ടിയാണ്, ഇപ്പൊ കുട്ടിയല്ല, ഇപ്പൊ അമ്മ ആയിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനെ വന്ന് പരിചയപ്പെടുകയാണ്. അവരുടെ കൂടെ തന്നെ ഒരു കൊച്ചു കുട്ടിയുണ്ട് കേട്ടോ, അതായത് ഹീറോയിന്റെ മരിച്ചുപോയ കുട്ടിയില്ലേ, ആ പ്രായമുള്ള ഒരു കുട്ടി. അതുകൊണ്ട് തന്നെ ഹീറോയിന് സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല, പതറുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ആ കുട്ടി മരിച്ചുപോയതിന്റെ ആ വിഷമം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കുറച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, പൈസ വാങ്ങുന്നില്ല. അവൾക്ക് ആ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ വേറൊരു സ്ഥലത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ആ കുറച്ച് പിള്ളേര് തൊട്ടടുത്ത കടയിൽ നിന്ന് എന്തോ ബിങ്കോ കണക്കത്തെ സാധനം എടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ അവർക്കത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ഹീറോനെ നന്ദിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം ഹീറോയിന്റെ മോളെ, അതായത് ലിസേനെ കാണിക്കുകയാണ്. ലിസയാണെങ്കിൽ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. മറ്റേ പരദൂഷണക്കാരി പെൺപിള്ളേരും അതുപോലെ തന്നെ മറ്റേ നല്ല പെൺകുട്ടിയുണ്ട്. അവരെല്ലാരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. അതിന്റെ ഇടയിൽ തന്നെ ആ പരദൂഷണക്കാരി പെൺകുട്ടി പറയുന്നുണ്ട് ഒരു ഗ്രാമത്തില് 10 മക്കൾ ഉണ്ടായിരുന്നു ഒരു സ്ത്രീക്ക്. ആ സ്ത്രീയുടെ 2 മക്കൾ മരിച്ചുപോയി. ഇപ്പൊ അവർക്ക് വിഷമമൊന്നുമില്ല, അവർ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് ലിസ പറയുകയാണ് അതങ്ങനല്ല, അവർക്ക് മക്കൾ ഭരിച്ചാലും വിഷമം കാണും, എന്നാൽ പ്രാരാബ്ദങ്ങൾ കാരണം അവർക്കത് പറ്റത്തില്ല, വിഷമം പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, അടുത്ത കുട്ടികളെ നോക്കണം എന്നുള്ളൊരു ചിന്ത കാരണമാണ് അവർക്ക് വിഷമം കാണിക്കാതെ അവർ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട സമയത്ത് പരദൂഷണക്കാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവള് ലിസയോട് ചോദിക്കുകയാണ് നിനക്ക് നിന്റെ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടതിന്റെ വിഷമമല്ലേ, ആ ദേഷ്യമല്ലേ നീ എന്റെ അടുത്ത് കാണിക്കുന്നതെന്ന്. എന്നാൽ ലിസ പറയാണ് ഞാൻ സ്കോളർഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് നിനക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്, അതിന്റെ ഒരു ഇതെങ്കിലും എന്റെ അടുത്ത് കാണിരും. ഇത് പറയുന്ന നേരത്ത് അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അമ്മ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അതായത് പണ്ട് സാറ് ഹീറോയിനെ ഉപദേശിച്ചില്ലായിരുന്നോ, അതായത് വോട്ട് കിട്ടുന്നതിൽ കാര്യമില്ല, റിയൽ ലൈഫ് വ്യത്യാസമുണ്ട്, പൈസ ഉള്ള ആളായിരിക്കും എപ്പോഴും ജനറൽ ആവുന്നത്, ചീഫ് ആവുന്നത് എന്നൊക്കെ. അങ്ങനെ ആ ക്ലാസ്സിൽ ജനറലിന്റെ മോൻ വോട്ട് ചെയ്യപ്പെട്ടിട്ട് ചീഫ് ആയിട്ടുണ്ട്. വോട്ട് ചെയ്ത് ചീഫ് ആയതല്ല, കള്ളത്തരത്തിലൂടെ കയറി വന്നതാണ് പൈസ ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ആയ സന്തോഷത്തില് ജനറൽ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ, എല്ലാ കുട്ടികൾക്കും ബ്രെഡും പിന്നെ കുറച്ച് കാര്യങ്ങൾ കഴിക്കാനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു പെട്ടി നിറയെ. അങ്ങനെ ഓരോ കുട്ടികളും ബ്രെഡ് എടുത്തിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോയിൻ അവിടെ ഇരുന്ന് എന്തോ എഴുതിയിട്ട് അത് കൊണ്ടുവന്ന് അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ബ്രെഡ് എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇത് കാണുന്ന സാറ് ആ ബുക്കിൽ എന്താ എഴുതിയെന്ന് നോക്കുകയാണ്. ആ ബുക്കിൽ വേറൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, ചിലപ്പം അവന് 1000 ക്രീം ബൺ വാങ്ങാൻ പറ്റുമായിരിക്കും, എന്നാൽ എന്നെ കൊണ്ട് 100 മാർക്ക് വാങ്ങാൻ പറ്റും. അവനെ കൊണ്ട് 100 മാർക്ക് വാങ്ങാൻ പറ്റത്തില്ല, അവൻ ഫുൾ ടൈം വീട്ടിലിരുന്ന് ക്രീം ബണ്ണ് കഴിക്കുകയാണ്. ഇത് കാണുന്ന സാറ് അവനോട് ദേഷ്യപ്പെടുകയാണ്, നിന്നെ കൊണ്ട് 100 മാർക്ക് വാങ്ങാൻ പറ്റത്തില്ലല്ലേ, നീ ഇപ്പോഴും വീട്ടിലിരുന്ന് 100 ക്രീം ബണ്ണ് കഴിച്ചുകൊണ്ടിരുന്നു, കുട്ടികൾ പഠിച്ച് രക്ഷപ്പെടുമെന്ന്. ഈ കാര്യമാണ് അവൾ പടത്തിലൂടെ അതിനകത്ത് എഴുതി സബ്മിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിനും കൂടെ ആ താഴ്വരയിലൂടെ നല്ല സന്തോഷത്തോടെ നടന്നു ഓടുകയാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനെ പെണ്ണ് കാണാനായിട്ട് 2ാം കെട്ടുകാരൻ വന്നില്ലായിരുന്നു ഒരു റെസ്റ്റോറന്റിൽ. ആ റെസ്റ്റോറന്റാണ് കാണിക്കുന്നത്. അവിടെ ഇരുന്ന് ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, പണ്ട് പെണ്ണ് കാണാൻ വന്ന കാര്യങ്ങളൊക്കെ. ഈ റെസ്റ്റോറന്റ് നമ്മുടെ ഹീറോയിൻ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ലേഡികളെയും
കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഈ കടയ്ക്ക് എന്ത് പേരിടണമെന്നൊക്കെ ആലോചിക്കുകയാണ്. ഇത്രയും നാള് വഴിത്തെരുവിലിരുന്ന് ഭക്ഷണം വിറ്റിട്ട് ഇനി ഇങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ അല്ലെങ്കിൽ കടയിലിരുന്ന് ഭക്ഷണം വിൽക്കാമല്ലോ, ആ സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത്. ഇതിനുശേഷം മോളായിട്ടുള്ള ലിസേനെ കാണിക്കുകയാണ്. ലിസയാണെങ്കിൽ ഒരു ടീച്ചറിനെ കാണാൻ വന്നേക്കാണ്. ടീച്ചറിനോട് പറയുന്നുണ്ട്, അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, എന്റെ സ്കോളർഷിപ്പാണ് ഞാൻ അവൾക്ക് കൊടുത്തത്, എന്റെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോകാൻ പറ്റാത്തതെന്ന്. അപ്പൊ ആ ടീച്ചർ പറയുന്നുണ്ട്, സാരമില്ല, ഞാൻ നിന്നെ സഹായിക്കാൻ, അവിടെ പോകാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് ലിസയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആ ടീച്ചർ പാവമാണ്. ടീച്ചർ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ പോലെ സാധാ ഒരു ടീച്ചറായിട്ട് സാധാ ഒരു സ്കൂളിൽ ഇരിക്കാൻ പാടില്ല, പഠിച്ച് നല്ല രക്ഷപ്പെടണമെന്ന്. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ ഹീറോയിനെ വിളിച്ച് പറയുകയാണ്, എനിക്ക് ഇങ്ങനെ പോവാൻ ടീച്ചർ സമ്മതിച്ചിട്ടുണ്ട്, ടീച്ചർ പൈസ തരാന്ന്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടി ഓറഞ്ച് ടാഞ്ചറൈൻസ് എന്നാണ് പറയുന്നത്, എന്തോ പുളിയുള്ള സാധനം, ഓറഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ നാരങ്ങ ആയിരിക്കും, അത് കൊടുത്തു വിടാൻ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ വിസമ്മതിക്കുകയാണ്. അവള് പറയാണ്, ഞങ്ങളൊക്കെ ജീവനോട് ഇരുന്നിട്ട് നീ ഒരു ടീച്ചറിനോട് ഹെൽപ്പ് ചോദിക്കുന്നു, നിന്നെ ഞങ്ങള് വിദേശത്ത് വിടത്തില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, നീ ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നോ, ഞങ്ങൾ പൈസ തരത്തില്ലായിരുന്നു എന്ന്. അതായത് ഹീറോയിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ടീച്ചറിനോട് പൈസ ചോദിച്ച കാര്യം. വേറൊന്നുമല്ല, അവരെല്ലാം ജീവനോട് ഇരിക്കുന്ന സമയത്ത് മോള് വേറെ ആൾക്കാരോട് സഹായം ചോദിച്ചില്ലേ, അതിന്റെ ഒരു എതിർപ്പ് ഹീറോയിനുണ്ട്. ഇതിനുശേഷം മോളാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് ബസ് വരാനായിട്ട്. ആ സമയം മഴ വരുന്നുണ്ട്. ബസ് വരുന്ന സമയത്ത് അവൾ കയറുന്നില്ല. തിരിച്ച് നടന്നു പോകുന്ന സമയത്ത് ഒരു മുത്തശ്ശിയെ സൈഡിൽ കാണുന്നുണ്ട്. ആ മുത്തശ്ശിയാണെങ്കിൽ വഴിത്തെരുവിലിരുന്ന് എന്തോ വിൽക്കുകയാണ്. അത് കണ്ടോണ്ട് തന്നെ മോളാണെങ്കിൽ മുത്തശ്ശിയോട് ചെന്ന് ചോദിക്കുകയാണ്, ഇതിനെല്ലാത്തിനും കൂടെ എന്താ വിലയെന്ന്. അതെല്ലാം കൂടെ വാങ്ങാൻ പോവാണ്. വേറൊന്നുമല്ല, ആ മുത്തശ്ശി ആ മഴയത്തതിരുന്ന് വിൽക്കണ്ടേ. അത് കണ്ടോണ്ട് തന്നെ ഒരു മനസ്സലിവ് ഉണ്ടായിട്ടാണ് അവൾ ചെന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നത്, ഞാനിത് ഫുള്ള് വാങ്ങിച്ചോളാന്ന്. വേറൊന്നുമല്ല, ഒരു മനസ്സലിവുള്ള അമ്മയ്ക്കുണ്ടായ മോൾക്ക് എന്തായാലും മനസ്സലിവ് കാണും. ഹീറോയിനും ഇങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്തയുള്ള പെൺകുട്ടിയായിരുന്നു. അതേ ഒരു ഇൻഹെറിറ്റൻസ് തന്നെ മോൾക്കും കിട്ടിയിട്ടുണ്ട്, അതായത് ലിസയ്ക്ക്. ഇതിനുശേഷം ഹീറോയിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ വീട്ടിലിരിക്കുകയാണ്. ആ സമയം ഹീറോയിൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിഷമിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഓരോ പ്രാരാബ്ദങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മോളെ പറ്റി സംസാരിക്കുന്നുണ്ട്, മോനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ രാവിലെ ആവുന്ന സമയത്ത് അവര് തൊട്ടടുത്തുള്ള, അതായത് അവരുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അവരുടെ കോമ്പൗണ്ടിലുള്ള ഒരു മരത്തിൽ നിന്ന് എന്തോ പഴം പറിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, നീ ഇതാർക്കും കൊടുക്കണ്ട, നീ ഒറ്റയ്ക്ക് കഴിച്ചോ, സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കണ്ടെന്ന്. ഇവര് വീട് മാറാൻ പോവാണ് കേട്ടോ, വീട് വിറ്റിട്ട് ഇവിടെ നിന്ന് പോകാൻ പോവാണ്. കാരണം വേറെ ഒന്നല്ല, ടീച്ചറിന്റെ നിന്ന് പൈസ വാങ്ങണ്ട, ഹീറോയിന് ഇവര് പൈസ കൊടുക്കാന്നുള്ള ഒരു തീരുമാനമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വീട് വിറ്റിട്ട് മോളെ പഠിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത, ലിസ മോളെ പഠിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത. ഇതിനുശേഷം രാത്രി കിടന്നുറങ്ങാണ് ഹീറോയിനും കൂടെ. ആ സമയം ഹീറോയിൻ പെട്ടെന്ന് ഞെട്ടി എണീക്കാണ്. എന്തോ പാത്രമൊക്കെ ഇട്ട് കൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് എന്ന് നോക്കുകയാണ് അടുക്കളയിൽ. ആ സമയം അവളൊരു കാര്യം കാണുന്നുണ്ട്, അവളുടെ മരിച്ചുപോയ അമ്മ അവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യാണ്. ഇത് കാണുന്ന നേരത്ത് അവൾക്ക് മനസ്സിലാവുകയാണ് അവൾ കാണുന്നത് സ്വപ്നമാണ്. അങ്ങനെ അമ്മയടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്, അമ്മ നിങ്ങൾ ആദ്യമായിട്ട് സ്വപ്നത്തിൽ വന്നത് ഈ വീട് വാങ്ങിച്ച സമയത്താണ്, ഇപ്പൊ നമ്മൾ ഈ വീട് കൊടുക്കാൻ പോവാണ്, അപ്പോഴാണോ നിങ്ങൾ സ്വപ്നത്തിൽ വരുന്നത്, ഇടയ്ക്കിടയ്ക്കൊക്കെ എന്റെ സ്വപ്നത്തിൽ വന്നൂടെ എന്ന്. എന്തായാലും അമ്മ വന്നിട്ട് പറയുകയാണ്, നിനക്കിപ്പോഴും ആ രണ്ടാം കുട്ടി മരിച്ചത്, ഏറ്റവും ഇളയ കുട്ടി മരിച്ചതിൽ വിഷമമുണ്ടല്ലേ, നീ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇത്രയധികം വേദന അനുഭവിച്ചില്ലേ ഹീറോയിൻ, ആ ഒരു വിഷമം സ്വപ്നത്തിലുള്ള അമ്മയ്ക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. ഇതിനുശേഷം അവർ വീടെല്ലാം വിറ്റിട്ട് നഗരത്തിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ പൊക്കപ്പുറത്തൊരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും നാള് താഴെ താമസിച്ചിട്ട് ഇനി മണ്ടയിൽ പോകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, വീടെല്ലാം വിറ്റിട്ട് ചേച്ചീനെ പഠിപ്പിച്ചതുകൊണ്ട്. എന്തായാലും ആ സമയം മണ്ടയിൽ കൂടെ ഒരു വിമാനം പോകുന്നുണ്ട്. അത് എല്ലാരും കൂടെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ഗ്രാമത്തിലൂടെ എപ്പോഴും വിമാനം പോവില്ലല്ലോ, ആ ഒരു കാഴ്ച ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാണുന്നുണ്ട് നഗരത്തിലായോണ്ട് തന്നെ. എന്തായാലും ഹീറോയിന് വീട് വിറ്റേണ്ട വിഷമമൊന്നുമില്ല, അവള് നല്ല സന്തോഷത്തിലാണ്. കാരണം അവളുടെ മോള് വിദേശത്ത് പോയി പഠിക്കാൻ പോവാണ്, നല്ല നിലയിലെത്താൻ പോവാണ്, അതിന്റെ ഒരു സന്തോഷം അവൾക്കുണ്ട്. എന്തായാലും ഹീറോയിൻ ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഹീറോയും മോനും ഹാപ്പിയാണ്. ഇനി ആ സാധനങ്ങൾ എടുത്ത് അവരുടെ റൂമിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, അപ്പാർട്ട്മെന്റിന്റെ മണ്ടയിലുള്ള വീട്ടിൽ. അങ്ങനെ നമ്മുടെ മോളെ കാണിക്കുകയാണ്. മോള് ജപ്പാനിൽ പോകാനായിട്ട് പ്ലെയിനിൽ കയറിയിരിക്കുകയാണ്. ആ സമയം അവളാണെങ്കിൽ വലിച്ചു കരയുന്നുണ്ട്. ഇതെല്ലാം തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ. പുള്ളിക്കാരൻ ഇനി വരത്തില്ല, എന്നാലും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവൾ കരയുന്ന സമയത്ത് ഒരു പൊതി കാണുകയാണ്, അതായത് ഹീറോയിൻ കൊടുത്തൊരു പൊതിയാണ്. ആ പൊതി തുറന്നു നോക്കുകയാണ്, നല്ല ടൈറ്റ് ആയിട്ടാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് കുറച്ചധികം നോട്ട് കെട്ടുകളാണത്, വീട് വിറ്റേണ്ട കുറച്ചധികം പൈസയാണത്. അതുകൂടെ കാണുന്ന സമയത്ത് വീണ്ടും വിഷമിച്ചിട്ട് കരയാണ്. വേറൊന്നുമല്ല, അവൾക്കൊരു കുറ്റബോധമുണ്ട്. അവരുടെ സ്വപ്നങ്ങളെല്ലാം വിഴുങ്ങിയിട്ടാണ് ഇവളുടെ ചിറകെല്ലാം വിരിച്ചിട്ടുള്ളത്. ആ ഒരു വിഷമം അവൾക്കുണ്ട്. വേറൊന്നുമല്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടാണ് അവള് പഠിക്കാൻ പോകുന്നത്, വീടൊക്കെ വിറ്റിട്ട്. ആ ഒരു കുറ്റബോധമുണ്ട്. ഈ സമയം ബാക്കിലുള്ള ഒരു പയ്യൻ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ് മോൾക്ക്, ലിസയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ചേച്ചി ഇത് കഴിച്ചോ, കരയണ്ടാന്ന്. നല്ല പയ്യൻ. അങ്ങനെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് അന്ന് ആ കോമ്പറ്റീഷൻ നടന്നില്ലായിരുന്നോ, ഹീറോയിൻ ഓരോ കാര്യങ്ങൾ വിൽക്കാൻ പോയ സമയത്ത്. അങ്ങനെ ആ കവിതയാണെങ്കിൽ ആ ലേഡികളിൽ കൊണ്ടുവന്നിട്ട് ആ സ്കൂളിന്റെ കോമ്പറ്റീഷൻ ബോക്സിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് വിജയിച്ചത് നമ്മുടെ ഹീറോയിനാണ്. ഏസുൻ എന്നാണ് പേര്. അങ്ങനെ ആ സ്കൂളിൽ വിളിച്ച് പറയാണ്, ഏസുൻ എന്ന് പറയുന്ന കുട്ടി എത്രയും പെട്ടെന്ന് സ്റ്റാഫ് റൂമിലോട്ട് വരണം, കോമ്പറ്റീഷന് ജയിച്ചിട്ടുണ്ട്, നല്ല ഭാവി ഉണ്ടെന്നൊക്കെ. എന്നാൽ ഏസുൻ എന്ന് പറയുന്ന ഒരു കുട്ടി ആ സ്കൂളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാറ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ്, ഏതാണ് ഈ കുട്ടി
ഇപ്പൊ കുട്ടികളൊന്നും അവരുടെ കറക്റ്റ് പേര് കൊടുക്കാതെ വാലാകോല പേരൊക്കെ കൊടുത്തിട്ട് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു കുട്ടി ആ സ്കൂളിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഓക്കെ, ബൈ.